കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വി.ഡി. സതീശൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മിടുമിടുക്കനാണ് എന്ന് പറഞ്ഞത്. മങ്കൂട്ടവും ഷാഫിയും അടക്കം യുവനിരയിൽ ശ്രദ്ധേയമായവരും അല്ലാത്തവരുമായ സകലരെയും സാക്ഷി നിർത്തി പച്ച വെളിച്ചത്തിലാണ് ചെന്നിത്തല സതീശനെ പുകഴ്ത്തി രംഗത്ത് വന്നത്. കോൺഗ്രസിലെ ക്യാപ്റ്റൻ വിവാദം പുകയുന്നതിനിടയിലാണ് അതിലേക്ക് വഴിവെച്ച വിമർശനപരമായ പരാമർശം നടത്തിയ ചെന്നിത്തല തന്നെ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെ പുകഴ്ത്തി രംഗത്തെത്തുന്നത്. എന്നാൽ ഇതൊന്നും റിപ്പോർട്ടർ ചാനലിന്റെ കണ്ണിൽ പെട്ടില്ല എന്ന് പറയാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ കോഫി വിത്ത് അരുൺ എന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൽ അരുൺ ബിഗ് ബ്രേക്കിംഗുമായി വന്നിരിക്കുകയാണ്. ഈ ബിഗ് ബ്രേക്കിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി കാണിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത പുകയുന്നു എന്നാണ്. ശേഷം ഘോരഘോരം അരുൺ കോൺഗ്രസിനും നേതാക്കൾക്കുമെതിരെ പറയുകയാണ്. ഇവിടെ റോഷിപാൽ കൂടി ചേർന്നുകൊണ്ട് പറയുന്നത് കെ.സി. വേണുഗോപാൽ തന്ത്രങ്ങളാണ് കോൺഗ്രസിനെ നിലമ്പൂരിൽ വിജയിപ്പിച്ചത് എന്നാണ്. പക്ഷേ വി.ഡി. സതീശനാണ് ക്യാപ്റ്റൻ, ചെന്നിത്തലയെ വെറും പണിക്കാരനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ചിരിക്കുന്ന നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുകയാണ് എന്നാണ് അവർ വരുത്തി തീർക്കുന്നത്. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വി.ഡി. സതീശൻ പറഞ്ഞത് ഇത് 1, 2, 3 പേരുടെ വിജയമല്ല, പകരം ടീം UDFന്റെ വിജയമാണ് എന്നാണ്. പക്ഷെ അതൊന്നും പിണറായി സത്തിന് കുടപിടിക്കുന്ന റിപ്പോർട്ടർ ചാനലിനോ അരുൺ കുമാറിനോ കാണുകയോ കേൾക്കുകയോ വേണ്ട. പകരം കോൺഗ്രസിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കാൻ വിവാദങ്ങൾക്ക് തിരികൊടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു വാർത്താ ചാനൽ. ഇനി ഇവിടെ അരുൺ പറയുന്നത് ഇപ്പോൾ പരസ്പരം പോരടിച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ അതൊരു മടുപ്പായി മാറും. ആ മടുപ്പിനെ സൃഷ്ടിച്ചെടുക്കാനാണ് ഇപ്പോൾ റിപ്പോർട്ടർ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. CPMന്റെ ഔദ്യോഗിക ചാനൽ കൈരളിയാണോ അതോ റിപ്പോർട്ടറാണോ എന്ന് പലപ്പോഴും സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയും വാർത്താ അധിഷ്ഠിത പരിപാടികളും. എന്നാൽ അതേസമയം ഇതേ കോഫി വിത്ത് അരുണിൽ മറ്റൊരു വാർത്ത കൂടി ഇന്ന് വന്നു. അത് ദേശാഭിമാനിയിൽ M. സ്വരാജിനെ പുകഴ്ത്തിക്കൊണ്ട് A.K. ബാലൻ എഴുതിയ ലേഖനമാണ്. അതായത് പരാജയത്തിൽ നിന്നും യേശുവിനെ പോലെ സ്വരാജ് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് A.K. ബാലൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ അൻവറിനെ യുവദാസിനോടൊപ്പം ചേർത്ത് വെച്ച് തല തല്ലി ചാകുന്നവനാക്കുകയാണ് A.K. ബാലൻ. ഇവിടെയൊക്കെ റിപ്പോർട്ടർ സ്വരാജിനെയും A.K. ബാലനെയും ഒക്കെ വാനോളം പുകഴ്ത്തുന്ന തരത്തിലാണ് അരുൺകുമാറിന്റെ ഓരോ വിലയിരുത്തലും. പക്ഷേ അതേസമയം കോൺഗ്രസിനെ കിട്ടുന്നിടം വെച്ചൊക്കെ അടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൈരളിയെ മാറ്റിക്കൊണ്ട് റിപ്പോർട്ടറാണോ ഇനി ഔദ്യോഗിക ചാനൽ എന്ന് ചോദിക്കാൻ കാരണം.